ബാഴ്സലോണ റയൽ മാഡ്രിഡ് എൽ ക്ലാസിക്കോ നടക്കാനായിട്ട് പോവാണ് അല്ലേ. ഇതിലെ കുറച്ച് കീ ഫാക്ടേഴ്സ് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതിൽ ഒന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡോൺ കാർലോ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് കാർലോ ആൻചലോട്ടി എന്ന് പറയുന്ന കോച്ചിന് ഒരു എൽ ക്ലാസിക്കോ, അവസാന എൽ ക്ലാസിക്കോ, ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് എ ട്രിബ്യൂട്ട് ടു ദാറ്റ് മാനേജർ. ബിക്കോസ് റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ചാണ്. ആൻഡ് ഫുട്ബോളിലാണെന്നുണ്ടെങ്കിലും പുള്ളിയോടൊരു ഇഷ്ടം എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും ഒരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ. ഈസ് എ ലെജൻഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരം അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ടായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി കാർലോ ആൻചലോട്ടിയുടെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2015 ഏകദേശം ട്രോഫിലെസ് ആയിട്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഏകദേശം ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയും ഉള്ളത്. ഈ മത്സരം റയൽ മാഡ്രിഡിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഡ്രോ പോലും ആക്ച്വലി പാടില്ല എന്നുള്ളതാണ്. വിജയിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന പോലെ തന്നെ ലാലിഗ ടൈറ്റിൽ കോമ്പറ്റീഷന് ഒരു ടഫ് കോമ്പറ്റീഷനെങ്കിലും കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നേരെ ബാഴ്സലോണയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ തന്നെ 3 തവണ ഏറ്റുമുട്ടിയപ്പോഴും അടിപൊളിയായിട്ട് പൊട്ടിച്ചടുക്കി വിട്ടിരിക്കുകയാണ് റയൽ മാഡ്രിഡിനെ. അതുകൊണ്ട് തന്നെ അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഏകദേശം ഈ 3 മത്സരങ്ങളിൽ നിന്നും 12 ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഗോൾ വെച്ച് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബേസിക് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാഴ്സലോണയെ ഡിഫെൻഡ് ചെയ്ത് പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഗോളുകൾ വീഴുകയും ബാഴ്സലോണ ജയിക്കുകയും ചെയ്യും. റയൽ മാഡ്രിഡിന്റെ പല താരങ്ങൾക്കും പരിക്കും കാര്യങ്ങളും ഒക്കെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്റ്റഡ് 11 ഏതായിരിക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഐ തിങ്ക് റയൽ മാഡ്രിഡ് മരിച്ച് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ദിസ് മൈറ്റ് ബി ഡോൺ കാർലോയുടെ ലാസ്റ്റ് എൽ ക്ലാസിക്കോ. സോ എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ്